ഉയിരായി മാറവേ നിഴൽ മായവേ ഒരേ സ്വരം ഒരേ മുഖം ഒരേ മനസ്സുകളായി നാം ഈ നേരവും ഉയിരായി മാറവേ നമസ്കാരം. പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജുവാന. ഇന്ന് 3 ജില്ലകൾക്കാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കണ്ണൂർ, ഇടുക്കി, വയനാട് എന്നീ ജില്ലകളിൽ. റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയായിരിക്കുമെന്ന് കളക്ടർമാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ 3 ജില്ലകൾ ഒഴികെയുള്ള ജില്ലകൾക്ക് ഓറഞ്ച് അലേർട്ടാണ്. അതിശക്തമായ മഴയാണ് ഓരോ സ്ഥലങ്ങളിൽ നിന്നും പെയ്തുകൊണ്ടിരിക്കുന്നത്. പുഴകളെല്ലാം തന്നെ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അയ്യോ, ദിയുടെ 5 മിസ് കോൾ. ഇന്ന് അവൾ എന്നെ കൊല്ലും. ഹലോ, ഇപ്പോഴാണോ എണീക്കുന്നേ? സോറി ഡി, കുറച്ച് ലേറ്റായി. ഞാൻ പെട്ടെന്ന് റെഡിയായി വരാം. എന്താ, വല്ലതും വേണേൽ സ്വയം ഉണ്ടാക്കി കഴിച്ചോണം. സോറി ഡി, എണീക്കാൻ വൈകി. നല്ല മഴയല്ലായിരുന്നോ? കിടന്നങ്ങ് പോയിന്നേ. നല്ലതാ. ഫസ്റ്റ് പീരീഡ് എന്തായാലും പോയി. ഇനി അടുത്തതിന് കയറാം. നീ ഒന്നും കഴിച്ചില്ലല്ലോ, വാ. എനിക്കൊന്നും വേണ്ടടി. വരാനാ പറഞ്ഞത്. ചേട്ടാ, 2 പപ്സ് മില്ലായ്മോ? എത്തി, കഴിക്കേ. എന്ത് മഴയാണല്ലേ. എന്തായാലും കഴിഞ്ഞ തവണത്തെ പോലെ ഒന്നും സംഭവിക്കാതിരുന്ന മതിയായിരുന്നു. രാത്രി ഒന്ന് ഉറങ്ങാൻ കിടന്നതാ. പിറ്റേന്ന് കണ്ണു തുറന്നു നോക്കുമ്പോ മുട്ടോളം വെള്ളമാ കണ്ടത്. ഇട്ടിരുന്ന തുണിയിൽ തന്നെ ഇറങ്ങി ഓടേണ്ട അവസ്ഥയുണ്ടായത്. അതുപോലെ എപ്പോഴും സംഭവിക്കണമെന്നില്ലല്ലോ. അതൊക്കെ പോട്ടെ. എന്തായി നിന്റെ കാര്യം? എന്റെ പ്രശ്നം തീരണേൽ ഞാൻ മരിക്കണം. ആരോ നിന്നോട് മിണ്ടുന്നതിൽ എല്ലാരും എന്നെ തുറച്ചു നോക്കുക.
ഇടയ്ക്കിടയ്ക്ക് നല്ല വാർണിങ്സും കിട്ടുന്നുണ്ട്. ആരു, എന്താ ശരിക്കും സംഭവിച്ചത്? അത് കഴിഞ്ഞ വർഷമാണ് എൻ്റെ മാരേജ് കഴിഞ്ഞത്. സത്യത്തിൽ എനിക്കും ഈ മാരേജിനോടൊട്ടും അക്സെപ്റ്റബിൾ അല്ലായിരുന്നു. പിന്നെ പേരൻസ്, നിനക്കറിയാലോ, നമുക്ക് വേണ്ടാന്ന് തോന്നിയാലും നമ്മുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് നമ്മളല്ലല്ലോ. പിന്നെ ഞാനും അങ്ങ് സമ്മതിച്ചു. അങ്ങനെയാണ് ഞാൻ ഈ നാട്ടിലെത്തുന്നത്. ഹസ്ബൻഡിനും ഫാമിലിക്കും എന്നെയും ഒട്ടും അക്സെപ്റ്റബിൾ അല്ലായിരുന്നു. ആരും എന്നോടങ്ങനെ സംസാരിക്കാറില്ലായിരുന്നു. ഹസ്ബൻഡായാലും അതുപോലെ അമ്മായിമ്മ പോലും. ഞാൻ അവരോട് സംസാരിക്കാൻ അങ്ങോട്ട് കയറി ചെല്ലും. പക്ഷേ അവരെല്ലാം എന്നെ അവോയ്ഡ് ആക്കുവാണ് ഉണ്ടായത്. അതിലും രസം, വീട്ടിൽ ഉള്ളവരെ പോട്ടേന്ന് വയ്ക്കാം, നാട്ടുകാർ അവരെന്നെ എന്തോ അന്യഗ്രഹജീവി കണക്കെയാണ് നോക്കുന്നത്. ഒരു 3 മാസത്തോളം ആ രീതി തന്നെ തുടർന്ന് പോയി. പിന്നെ എന്താന്ന് എനിക്ക് അറിയണമെന്ന് തോന്നി. ഞാൻ രണ്ടും കൽപ്പിച്ച് ഹസ്ബൻഡിനോട് ചോദിച്ചു. അങ്ങേരെന്നെ ദഹിപ്പിക്കുന്ന ഒരു നോട്ടം നോക്കിയിട്ട് പോയി. പിന്നെയും ഒരു അലിവുണ്ടായത് അങ്ങേരുടെ മൂത്ത ചേട്ടൻ്റെ ഭാര്യയ്ക്കായിരുന്നു. ചേച്ചിയോട് ചോദിച്ചു. അപ്പോഴാണ് ചേച്ചി എന്നോടെല്ലാം പറയുന്നത്. അങ്ങേർക്ക് എന്തോ 6 വർഷത്തെ ഒരു പ്രണയമുണ്ടായിരുന്നെന്ന്. നാട്ടിലും വീട്ടിലൊക്കെ അവരുടെ പ്രണയത്തെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നെന്ന്. അതുപോലെ പെൺകുട്ടിയും എല്ലാവർക്കും ഇഷ്ടമായിരുന്നെന്ന്. എന്നിട്ട് എൻ്റെ മാരേജ് നടക്കുന്നതിൻ്റെ 1 വർഷം മുന്നേ പാലക്കാട് വെച്ച് ആ പെൺകുട്ടി ഒരു ആക്സിഡൻറ്റിൽപ്പെട്ട് മരിച്ചു. അതിനുശേഷം എല്ലാവരും ഡൗണായി, പ്രത്യേകിച്ച് അങ്ങേരുടെ സമനില തെറ്റി. 6 മാസത്തോളം മെൻ്റൽ അസൈലത്തിലായിരുന്നെന്ന്. പിന്നീട് ഡോക്ടറുടെ നിർദ്ദേശത്തോടെയായിരുന്നു ഞാനുമായിട്ടുള്ള വിവാഹം നടത്തിയത്. മറ്റൊരു പെൺകുട്ടി ജീവിതത്തിലേക്ക് വന്ന അവളെ മറക്കാനാകുമെന്ന് വിചാരിച്ചു. പക്ഷേ അതുകൊണ്ടൊന്നും ഒരു കാര്യം ഉണ്ടായില്ല. അയാൾക്ക് എൻ്റെ പേര് പോലും അറിയില്ല. അതുകൊണ്ടാണോ നിന്നോട് എല്ലാവർക്കും ഇത്ര ശത്രുത? നീ ഇതിൽ ഒന്നും ചെയ്തില്ലല്ലോ. ഒന്നും ചെയ്തില്ലല്ലോ എന്നോ? ഞാനാണ് ഇവരുടെ എല്ലാവരുടെയും സന്തോഷം കടത്തിയത്. ഞാൻ കാരണമാണ് അയാൾക്ക് ആ അവസ്ഥ വന്നത്. കാവേച്ചി ഈ വിവരം പറഞ്ഞപ്പോഴാ എനിക്ക് ഓർമ്മ വന്നത്. എൻ്റെ വീടും പാലക്കാടായിരുന്നു. അന്നെനിക്ക് 19 വയസ്സായിരുന്നു. ജീവിതത്തിൽ ആദ്യമായിട്ട് കാർ ഓടിക്കാൻ കിട്ടിയ അവസരം. ഞാനത് നന്നായി മുതലെടുത്തു. പക്ഷേ അന്ന് ശരിക്കും എന്താ സംഭവിച്ചെന്ന് എനിക്ക് ഓർക്കാൻ വയ്യ. ഞാനാണ് ഓപ്പോസിറ്റ് വന്ന വണ്ടി ആ പെൺകുട്ടിയെ ഇടിച്ചിട്ടത്. പക്ഷെ ആ ഇടി അവിടെ കഴിഞ്ഞതും എൻ്റെ നേർക്ക് വേറൊരു വണ്ടി വന്നിടിച്ചു. അപ്പൊ തന്നെ എൻ്റെ ബോധം പോയി. എനിക്കറിയില്ല എന്താ അന്നവിടെ സംഭവിച്ചതെന്ന്. ഞാനാണ് കൊന്നത്. ആരു കരയാതെ. ഞാനത് അവരോട് പറഞ്ഞു. ഞാനാണ് കാരണമെന്ന്, ഞാനാണ് ഇടിച്ചതെന്ന്. പിന്നീട് എന്നോട് മിണ്ടാതിരുന്നവർ എന്നോട് പിന്നെ വെറുപ്പായി, ദേഷ്യായി. അവരുടെ സന്തോഷം കളഞ്ഞത് ഞാനാണ്. വീട്ടുകാർക്കും നാട്ടുകാർക്കും എല്ലാവർക്കും എന്നോട് ദേഷ്യായി. ഞാൻ ആ വീട്ടിൽ എന്തോ ഒരു അഭയാർത്ഥി പോലെയായി. ഞാൻ ആ വീട്ടിൽ ഉണ്ടെന്ന് പോലും അവര് നോക്കാറില്ല. നോക്കിയാൽ തന്നെ വഴക്ക് പറയും. ആരു പോട്ടെ, നീങ്ങനെ കരയില്ലേ, മതി. വന്നേ, ഈ ക്ലാസ്സിനെങ്കിലും കയറണം, വാ.
എന്റെ മോനെ, എന്ത് പൊളിയായിട്ടാണടാ നിങ്ങൾ പെർഫോം ചെയ്തത്. ശരിക്കും നിങ്ങളുടെ കോംബോ പൊളിയാണ്. നിങ്ങളെ രണ്ടുപേരും ഒരുമിച്ച് കാണാൻ തന്നെ എന്താ ഐശ്വര്യാണെന്നറിയോ? അയ്യ, മതി മതി പൊക്കി പറഞ്ഞത്. നമ്മുടെ ഡാൻസ് നല്ലതായിരുന്നുവെന്ന്, നമ്മുടെ കോംബോ എല്ലാവർക്കും ഇഷ്ടമായെന്ന്. ഞാൻ വന്നു. എന്താണ് പുതിയത്? കറുത്തിരുണ്ട ആകാശം. വൈകുന്നേരത്തെ ക്ലാസ് കഴിഞ്ഞ് നടവഴിയിൽ അവൾ ഒറ്റയ്ക്കായിരുന്നു. ചുറ്റും ആരുമില്ല. അവളുടെ ഉള്ളിൽ വല്ലാത്തൊരു ഭയം ഉണർന്നു. അവളുടെ ഭയത്തിനെ ഒന്നുകൂടെ കൂട്ടാൻ തകർത്ത മഴ പെയ്യുകയാണ്. കുട ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. മഴയാൽ അവളുടെ ബാഗും ഡ്രസ്സുമെല്ലാം നനഞ്ഞിട്ടുണ്ട്. റോഡിലെ വെള്ളക്കെട്ടിലൂടെ നടക്കുന്നതിനാൽ വെള്ളം അവളുടെ കാലിലും ഉടുപ്പിന്റെ അറ്റത്തെയും നനയ്ക്കുന്നുണ്ടായി. അവൾ ഭയത്തോടെ ആ ഒറ്റപ്പെട്ട വഴിയിലൂടെ നടന്നു നീങ്ങി അവളുടെ ലക്ഷ്യസ്ഥാനത്തിലേക്ക്. എന്തായി, കഥ പറഞ്ഞു കൊടുത്തോ? എങ്ങനെ നടന്നെന്റെ കുഞ്ഞ? ഇപ്പോ അവൻ ഉറങ്ങണയിൽ അവന്റെ തന്നെ പെയിന്റിങ്ങിലൂടെ അവന് കഥ പറഞ്ഞു കൊടുക്കേണ്ട അവസ്ഥയായി. ആരും എന്തായി? ആകെ പണിയായി. എനിക്ക് പീഡ്സായി. നടന്നു പോയാൽ ശരിയാവില്ല. ഞാനിന്ന് ബസ്സിൽ പോവാ. ഡാ, ബസ്സിൽ നിനക്ക് പറ്റുമോ? നടന്നു പോയാൽ ശരിയാവില്ല. ആകെ കുളമാകും. എങ്ങനെയെങ്കിലും പെട്ടെന്ന് വീട്ടിലെത്തണം. സൂക്ഷിച്ചു പോകേ. വീട്ടിലെത്തുമ്പോൾ പറയണം. ഞാൻ പോവാ, എൻ്റെ ബസ് വന്നു. ഇറങ്ങ. ചേട്ടാ പ്ലീസ്. ഇല്ല, പറ്റില്ല, ഇറങ്ങ.